ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് കുറേ പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് ഷോപ്പിൽ വരാൻ പറ്റത്തില്ല, ദൂരെയുള്ളവരൊക്കെയാണ് പ്രോഡക്ട്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പ്രോഡക്ട്സ് അയച്ചു തരുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. പ്രോഡക്ട്സ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും DTDC കൊറിയർ വഴിയുമായിരിക്കും. പിന്നെ നമുക്ക് ഇന്നത്തെ പ്രോഡക്ട്സ് ഒക്കെ കാണാം. കുറച്ച് ഇൻവെർട്ടർ ബൾബുകളൊക്കെ വന്നിട്ടുണ്ട്. അത് 9 വാട്ടിന്റെ ഉണ്ട്, 12 വാട്ടിന്റെ ഉണ്ട്, 15 വാട്ടിന്റെ ഉണ്ട്. ഇപ്പൊ ഈ 4 കമ്പനികളുടെയാണ് നമുക്ക് ഇൻവെർട്ടർ ബൾബ് അഥവാ എമർജൻസി ബൾബുകൾ വന്നിരിക്കുന്നത്. ഇത് തിസ്വ എന്ന് പറയുന്ന ഉഷയുടെ തന്നെ പ്രോഡക്റ്റ് ആണ്. പിന്നെ RR, ഫിനോലെക്സ്, ക്രോംഡൺ. അപ്പൊ ഇതിന്റെയൊക്കെ 9 വാട്ടിന്റെയും 12 വാട്ടിന്റെയും അവൈലബിൾ ആണ്. ക്രോംഡന്റെ 15 വാട്ട് വരെ ഉണ്ട്, 9, 12, 15 വാട്ടുകൾ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബാക്കപ്പ് പറയുന്നത് 4 hours ആണ്. എല്ലാം 1 year വാറണ്ടി ഉള്ള ബൾബുകളാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇത് VGA to HD കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു കൺവേർട്ടർ ആണ്. അപ്പൊ ഇത് ഓർഡർ ഉള്ളത് കൊണ്ട് നമ്മൾ എടുത്തതാണ്. ഇങ്ങനെയൊരു സംഭവം, കൺവേർട്ടർ, VG to HD കൺവേർട്ടർ. അതായത് TV, പ്രൊജക്ടർ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെയൊക്കെ സംഭവങ്ങൾ നമുക്കിപ്പോൾ അധികം മൂവിങ് ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മളിത് എടുത്തു കൊടുക്കാറുള്ളൂ. പിന്നെ വന്നിരിക്കുന്ന 9 volt ബാറ്ററി. ഇത് ഹൈവാട്ടിന്റെ 9 volt ബാറ്ററി. മിക്കവരും കണ്ടിട്ടുള്ളതായിരിക്കും, കുട്ടികളൊക്കെ വീട്ടിലുള്ളവർ പ്രത്യേകിച്ചും കണ്ടിട്ടുള്ളതായിരിക്കും. പിള്ളേർക്കൊക്കെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ മൾട്ടിമീറ്ററിനകത്ത്, മൈക്കിനകത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഹൈവാട്ട് എന്ന് പറഞ്ഞ് ഇതിന്റെ തന്നെ നമുക്ക് എവറഡിയുടെയും നിപ്പോയുടെ ഒക്കെ ബാറ്ററീസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ചെറിയ ടോർച്ച് വന്നിട്ടുണ്ട്, സിമ്പിൾ ഉപയോഗത്തിനുള്ള വളരെ വിലക്കുറഞ്ഞ ടോർച്ച്. ഇതും റീചാർജബിൾ ആണ് കേട്ടോ. പിന്നെ കുറെ ലൈറ്റ് ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നത് എമർജൻസി ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സാൻഫോർഡ് വന്നിട്ടുണ്ട്, ഐബെല് വന്നിട്ടുണ്ട്, ഫിലിപ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ സാൻഫോർഡിന്റെ ആണെങ്കിലും 10 hours ആണ് വർക്കിംഗ് ടൈം പറയുന്നത്. അതുപോലെ തന്നെ സോളാർ പാനൽ ചാർജിങ് സ്ലോട്ട് ഉണ്ട്. അതായത് നിങ്ങൾക്ക് സോളാർ പാനൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ എല്ലാ ഓപ്ഷൻ വരുന്നത് ഡിമ്മും ബ്രൈറ്റും ആണ്. നമുക്ക് 2 രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡിമ്മിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഇത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗ്യാരണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ LED ഇങ്ങനെയാണ് വരുന്നത്. ഒരു സ്വിച്ചിൽ തന്നെയാണ് ഇതിന്റെ ഡിമ്മും ബ്രൈറ്റും ഓപ്ഷൻ വരും. അത് ചാർജ് ചെയ്യാനുള്ള കേബിളും അതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ഇതിൽ കൂടുതൽ ഫങ്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഡിമ്മ് ബ്രൈറ്റ് അത് മാത്രമാണ് ഫങ്ഷൻ, എമർജൻസി ലൈറ്റ് മാത്രം. പിന്നെ ഉള്ളത് ഫിലിപ്സിന്റെ. ഇപ്പൊ ഫിലിപ്സിന്റെ എമർജൻസി ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എമർജൻസി ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടോർച്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകതയുള്ളത്, ഇതിന്റെ മേളിൽ നമ്മുടെ ഓൺ ഓഫ് സ്വിച്ചിന്റെ അവിടെ ഇപ്പൊ ചാർജ് കുറയുവാണെങ്കിൽ റെഡ് കളർ ആവും. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചാർജ് കുറഞ്ഞു, ഇത് ചാർജ് ചെയ്യണം എന്നുള്ളത്. അതേസമയം ആവശ്യത്തിന് ചാർജ് ഉണ്ടെങ്കിൽ ആ സ്വിച്ചിന് ചുറ്റും ഗ്രീൻ കളർ ആയിരിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ടോർച്ച് ഉണ്ട്, ടോർച്ചിന് ഡിമ്മും ബ്രൈറ്റും ഉണ്ട്, എമർജൻസി ലൈറ്റിന് ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. പിന്നെ ലൈറ്റിന് ചുറ്റും RGB വന്നിട്ടുണ്ട്. അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ കളറിൽ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഫിലിപ്സും നമുക്ക് 1 year വാറണ്ടി ഉള്ള ടോർച്ചാണ്. ഇതിനും USB കേബിൾ വരുന്നുണ്ട്, മൊബൈലിന്റെ അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഫിലിപ്സിന്റെ ടോർച്ച്. ഡിമ്മ് ബ്രൈറ്റ്. പിന്നെയുള്ളത് ഇതാണ് RGB. ഇങ്ങനെ പല കളറിൽ തെളിയും. പിന്നെ ഇത് എമർജൻസി, ഡിമ്മും ബ്രൈറ്റും. ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ 3 സ്വിച്ചാണ്, ഒരു സെന്റർ സ്വിച്ചും അതിന്റെ ചുറ്റിനുമായിട്ട് 2 സ്വിച്ചുകളും. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു MRP വരുന്നത് 4598 ആണ്. എല്ലാത്തിന്റെ MRP ആണ് പറയുന്നത്. നമ്മുടെ റേറ്റ് ഒക്കെ അതിൽ കുറവാണ്, വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ അല്ലെ. പിന്നെ അതുപോലെ തന്നെ സാൻഫോർഡ് എമർജൻസി ലൈറ്റിന്റെ റേറ്റ് വരുന്നത് 1800 രൂപയാണ്. പിന്നെ വന്നിരിക്കുന്നത് ഐബെല്ലിന്റെ എമർജൻസി ലൈറ്റ് ആണ്.
അപ്പൊ ഈ ഐബെല്ലിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈറ്റ് വരുന്നത് ട്യൂബ് പോലെയാണ്, LED ട്യൂബാണ് വന്നിരിക്കുന്നത്, നല്ല പ്രകാശമാണ്. ഇതും ഡിമ്മും ബ്രൈറ്റും ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതിൽ നിന്ന് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാം. ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 1 ഇയർ വാറണ്ടി ഉണ്ട്. റേറ്റ് വരുന്നത് 2950. അപ്പം അത്രയാണ് ഇന്ന് എമർജൻസി ലൈറ്റുകൾ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫിലിപ്സിന്റെ ടീ ബൾബ് വന്നിട്ടുണ്ട്. അത് 10 വാട്ടിന്റെ ഉണ്ട്, 20 വാട്ടിന്റെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ട്യൂബ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ബൾബിന്റെ ഹോൾഡർ മതി, വേറെ ഫിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ബൾബിന്റെ ഹോൾഡറെ തന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടീ ബൾബ്. ഇത് 10 വാട്ടിന്റെ ആണ്. ഇത് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് ടീ ബൾബ് 20 വാട്ടിന്റെ. ഇതും നമുക്ക് ഇങ്ങനെ ഹോൾഡറിലോട്ട് ഡയറക്റ്റ് ഇടാൻ പറ്റിയിട്ടുള്ള ബൾബാണ്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് സാൻഫോർഡിന്റെ ഒരു പുതിയ ടോർച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു റേഞ്ച് പറയുന്ന 1800 മീറ്റർ ആണ് ഈ ഒരു ടോർച്ചിന്റെ റേഞ്ച് പറയുന്നത്. അതായത് 1 കിലോമീറ്ററും 800 മീറ്ററും കൂടെ, അതായത് 2 കിലോമീറ്റർ അടുത്ത് ഇതിന് റേഞ്ച് ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ലൂമൻ വരുന്ന 1000 ആണ്. ബാറ്ററി വരുന്നത് 4000 mAh. 5.4 hours ആണ് വർക്കിംഗ് ടൈം പറയുന്നത്. അപ്പൊ അധികം വലിപ്പമൊന്നും ഇല്ലാത്ത യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോർച്ചാണ്. അപ്പൊ അത്രയും നമുക്ക് റേഞ്ച് കിട്ടാന്ന് പറയുന്നത് നല്ല കാര്യം അല്ലെ. ഉണ്ട്, നല്ല കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ടോർച്ചാണ്. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ സൂമിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ തെളിച്ചു കഴിഞ്ഞാൽ 1800 മീറ്റർ പോകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഡിമ്മ, ബ്രൈറ്റ്, ഫ്ലാഷ് മോഡ്, സ്ലോ ഫ്ലാഷ് മോഡ്, ഇത്രയാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത്. USB ചാർജിങ് ആണ്. USB ചാർജിങ് ആണ്. USB കേബിൾ ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് MRP വരുന്നത് 1300 രൂപയാണ് MRP വരുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു വള്ളിയുണ്ട്, നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് ഒരു വള്ളിയുണ്ട്. അപ്പൊ ചെറിയൊരു ടോർച്ച് 1800 മീറ്റർ റേഞ്ചിൽ കിട്ടുന്ന ഒരു സൂപ്പർ ടോർച്ചാണിത് സാൻഫോർഡിന്റെ. പിന്നെ നമുക്ക് സെൻസർ ബൾബ് വന്നിട്ടുണ്ട്. ഫിനോലെക്സിന്റെ വന്നിട്ടുണ്ട്, RRന്റെ വന്നിട്ടുണ്ട്. അപ്പൊ ഫിനോലെക്സിന്റെ എന്ന് പറയുന്നത് 9 വാട്ടാണ് വരുന്നത്. RRന്റെ വരുന്നത് 10 വാട്ട്. ഇപ്പൊ സെൻസർ ബൾബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. അതായത് ഇപ്പൊ നമ്മള് വീട്ടില് നമ്മൾ രാത്രി ഇത് ബൾബ് ഇട്ടിട്ട് സ്വിച്ച് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യാം. അപ്പൊ സ്വിച്ച് ഓൺ ആക്കി ഇട്ടാൽ മതി. ഒരു 6 മീറ്റർ, അതായത് ഈ ബൾബ് ഇട്ടിരിക്കുന്നതിൽ നിന്ന് ഒരു 6 മീറ്റർ റേഞ്ചിൽ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൾബ് സെൻസ് ചെയ്ത് ബൾബ് തന്നെ പ്രകാശിക്കും. സ്വിച്ച് ഓൺ ആയിരിക്കണം, നമ്മൾ ബൾബിന്റെ സ്വിച്ച് ഓൺ ആയിരിക്കണം. അപ്പൊ 6 മീറ്ററിനുള്ളിൽ മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൾബ് തന്നെ പ്രകാശിക്കും. അത് 1 മിനിറ്റ് വരെ ആ ഒരു ലൈറ്റ് പിന്നെ ഓഫ് ആകാണ്ട് അങ്ങനെ ഇരിക്കും. അതായത് വേറെ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ആകും. അതാണ് സെൻസർ ബൾബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ പുറത്തിടാൻ നല്ലതാണ്. അതുപോലെ പ്രായമായ പേരൻസ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ബാത്റൂമുകളിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പൊ പ്രായമായ അവരൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ ഓഫ് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പൊ മൂവ്മെന്റ് ഇല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ സംഭവം ഓഫ് ആകും. അപ്പൊ നമുക്ക് വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് സെൻസർ ബൾബ് എന്ന് പറയുന്നത്. പിന്നെ ഈ വന്നിരിക്കുന്നത് 12 വാട്ടിന്റെ LED ബൾബ്. ഇത് നമുക്ക് ബാറ്ററിയെ കണക്ട് ചെയ്യാനുള്ള ബൾബാണ്, ബാറ്ററിയെ കൊടുത്ത് തെളിക്കാനായിട്ട്. അതായത് ചെറിയ തട്ടുകടകള് അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ ഉള്ള കടകള്, അങ്ങനെയൊക്കെ എന്തെങ്കിലും കച്ചവടമൊക്കെ നടത്തുന്ന അവർക്ക് വേണ്ടിയുള്ള ബൾബാണ്. അപ്പൊ ഇത് 9 വാട്ടിന്റെ ഉണ്ട്, 12 വാട്ടിന്റെ ഉണ്ട്. ഇത് നമ്മൾ ബാറ്ററിയെ കൊടുത്ത് തെളിക്കുന്ന DC ബൾബാണ്. പിന്നെ നമുക്കൊരു മോഡൽ എമർജൻസി ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച കുറെ പേരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, നല്ലൊരു മോഡലാണ്. എമർജൻസി ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സോളാർ പാനലൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും ഈ എമർജൻസി ലൈറ്റ് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുണ്ടോ, ഇതിന്റെ ടോപ്പിലായിട്ട് എമർജൻസി സോളാർ പാനൽ വരുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് കേബിൾ ഉണ്ട്, ഇത് കൊടുത്ത് നമുക്ക് കറണ്ട് കുത്തിയും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സോളാർ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കും. ഇത് നമുക്ക് നല്ല മഴയൊക്കെ ഉള്ള സമയം, അല്ലെ 2 ദിവസം കറണ്ട് ഇല്ലെങ്കിലും ഇത് ഏതായാലും സൂര്യൻ ഉദിക്കുമല്ലോ, അപ്പൊ ഏതായാലും ഇത് ചാർജ് ആവും, നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിനും പ്രകാശം കിട്ടും. നമുക്കൊരു റാന്തല് പോലെ എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ ചുറ്റിനും പ്രകാശം കിട്ടും. ഇനിയിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡിലെ മാത്രമായിട്ടും തെളിക്കാൻ പറ്റും. നല്ല പ്രകാശമുള്ള നല്ല എമർജൻസി ലൈറ്റാണ്. നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ വലുത്, അതിന്റെ തന്നെ ചെറിയ മോഡലും വന്നിട്ടുണ്ട്. ഇത് 150 വാട്ടാണ് ചെറുത് വരുന്നത്. ഫങ്ഷനൊക്കെ സെയിം തന്നെ. വലുത് 300 വാട്ടാണ് വരുന്നത്, ചെറുത് വരുന്നത് 150 വാട്ട്. രണ്ടിന്റെ ഫങ്ഷനൊക്കെ സെയിം ആണ്, വലുപ്പത്തിന്റെ വ്യത്യാസം, അതായത് വാട്ട്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. വർക്കിംഗ് ടൈം പറയുന്നത് അപ് ടു 4 hours. അപ്പൊ നമുക്ക് ആവശ്യമില്ല, മൊത്തം തെളിക്കേണ്ട ആവശ്യമില്ല, പകുതി തെളിച്ചാൽ മതിയെങ്കിൽ നമുക്ക് അതിലും സമയം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് തെളിച്ച് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത്രയും പ്രകാശത്തിൽ വെച്ചിട്ട് പോലും കണ്ടോ നല്ല വെളിച്ചമുള്ള ലൈറ്റാണ്. പിന്നെ ഇത് വന്നിരിക്കുന്നത് കൺവേർട്ടർ ആണ്. അതായത് 110 വോൾട്ടിനെ 220 വോൾട്ട് ആക്കാനുള്ള കൺവേർട്ടർ. അതായത് ഇപ്പൊ US എന്നൊക്കെ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ അത് 110 വോൾട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് 220 മാറ്റണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള കൺവേർട്ടർ ആണ് ഈ ഒരെണ്ണം. അപ്പൊ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതാണ് കൺവേർട്ടർ, ട്രാൻസ്ഫോമർ വെച്ചുള്ള പ്രോഡക്റ്റ്. അപ്പൊ ഇത് നമ്മൾ ആദ്യം കണ്ട ഇത് 100 വാട്ടിന്റെ ആണ്. അപ്പൊ ഇതിന്റെ തന്നെ 250 വാട്ടിന്റെ കൺവേർട്ടറും വന്നിട്ടുണ്ട്. നല്ല വെയിറ്റ് ആണ്, അത് ഞാൻ ഇതിനകത്തുനിന്ന് എടുക്കുന്നില്ല. നമ്മളെ ചെറുത് കണ്ട പോലെ തന്നെ അതിന്റെ വലുതാണ് 250 വാട്ട്. അതായത് പവർ കൂടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് 250 വാട്ടിന്റെ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഊഫർ വന്നിരിക്കുന്നത്, അടുത്ത് വന്നിരിക്കുന്നത് 4 ഇഞ്ചിന്റെ സബ് ഊഫറാണ്. സാംകോണിന്റെ 4 ഇഞ്ച് സബ് ഊഫർ. അപ്പൊ ഇതുപോലെ നമുക്ക് 6 ഇഞ്ചിന്റെ ഉണ്ട്, 8 ഇഞ്ചിന്റെ ഉണ്ട്, 10 ഇഞ്ചിന്റെ ഉണ്ട്, 12 ഇഞ്ച് വരെ സബ് ഊഫേഴ്സ് അവൈലബിൾ ആണ് ഇവിടെ ഷോപ്പില്. പിന്നെ കുറെ റിമോട്ടുകൾ വന്നിട്ടുണ്ട്, AC റിമോട്ട്. അപ്പൊ നമുക്ക് കുറെ AC റിമോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. വേൾപൂളിന്റെ ഒക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ടിവിയുടെ, ഇതൊരു സ്യൂട്ടബിൾ ഫോർ വീഡിയോകോൺ ആൻഡ് സാൻസൂയി എന്നാണ് എഴുതിയേക്കുന്നത്. ഒരു കോമൺ റിമോട്ട് എന്ന് വേണേൽ പറയാം. പിന്നെ ഉള്ളത് ഇത് കേരള വിഷൻ കേബിളിന്റെ ഒരു മോഡൽ റിമോട്ട്. ഇതെല്ലാം സെയിം മോഡലാണ്. ഇതെല്ലാം കേരള വിഷന്റെ ഒരേ മോഡലാണ്. എല്ലാം കേരള വിഷന്റെ, ഇത്രയും കേരള വിഷന്റെ ആണ്. പിന്നെയുള്ളത് സോണി TV, നമ്മുടെ സാധാ LED ടിവിയുടെ റിമോട്ട്. പിന്നെ ഇത് എൽ ജിയുടെ ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ട്. പിന്നെ ഉള്ളത് ഇതൊരു കോമൺ റിമോട്ടാണ്, നമുക്ക് കുറെ എണ്ണത്തിന് സ്യൂട്ട് ആവുന്ന ഒരു റിമോട്ട്. അപ്പൊ ഇത്രയാണ് റിമോട്ട് ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ ബാക്കി നമ്മുടെ ഷോപ്പിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ടൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം എന്തൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പൊ സാധിക്കുന്നവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇനി ദൂരെയുള്ളവരാണെങ്കിൽ ഫോൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഡീറ്റെയിൽസ് തരും, പ്രോഡക്ട്സ് അയച്ചും തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.